ശ്രീജിത്ത് സാർ നമസ്കാരം. ഇന്നലെ കേരളത്തെ ആകെ ഞെട്ടിച്ചൊരു കൊലപാതകമാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വന്നത്. അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് 5 പേരെയാണ്, സ്വന്തം കുടുംബത്തിലെ ഉമ്മയടക്കമുള്ള 5 പേരെയാണ് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും അതിൽ 5ഓളം പേർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ്. പക്ഷേ നമുക്ക് കുറച്ച് ദിവസങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ, അല്ലെങ്കിൽ 2-3 മാസമായി പരിശോധിച്ചാൽ, ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയിലടക്കം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ കൊലപാതകങ്ങൾ, സ്വന്തം മകൻ അച്ഛനെ കഴുത്തറുത്ത് കൊല്ലുന്നു, അല്ലെങ്കിൽ മറ്റൊരാളെ ഷോക്കടിപ്പിച്ച് കൊല്ലുന്നു, വെട്ടിക്കൊല്ലുന്നു, ഈ കൊലപാതക പരമ്പരകൾ ഇങ്ങനെ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ നമ്മുടെ ആഭ്യന്തര വകുപ്പ് എന്ന് പറയുന്ന വകുപ്പ് ഇവിടെ ഉണ്ടോ, അല്ലെങ്കിൽ ഇത് നിഷ്ക്രിയമാണ്? ഈ പറയുന്ന പാലക്കാട് ചെന്താമര എന്ന് പറയുന്ന ഒരു ക്രൂരനായിട്ടുള്ള വ്യക്തി ഈ സ്വന്തം അച്ഛനെയും അതുപോലെ തന്നെ അച്ഛമ്മയെയും വെട്ടിക്കൊന്നിട്ട് ആ ഒരു പോലീസുകാരനെതിരെ അവരുടെ മകൾ പ്രതികരിക്കുന്നത് ഏറെ സങ്കടകരമായി കണ്ടിരിക്കേണ്ടി വന്ന ഒരു ജനതയാണ് കേരളത്തിലേത്. വളരെ ദാരുണമായ സംഭവമാണ്. ആഭ്യന്തര വകുപ്പ് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്ന ഒരു പ്രതീതി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു കാര്യം കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പോൾ കുറച്ചധികമായിട്ട് ഇപ്പോൾ കേതൽ ജിൻസൺ എന്നങ്ങനെ പറയുന്ന, കറക്റ്റ് അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല, കേതൽ ജോൺസണോ ജിൻസണോ എങ്ങാനാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് നടത്തിയിട്ടുള്ള കൊലപാതകങ്ങൾ. അതുമുതൽ ഏറ്റവും അവസാനം തിരുവനന്തപുരത്ത് ഒരു സ്വന്തം അച്ഛനെ തന്നെ മകൻ വെട്ടിക്കൊല്ലുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിൽ സാത്താൻ സേവയുടെ ആളുകളാണ്, സാത്താൻ സേവയുമായി ബന്ധമുള്ളതുണ്ട് തുടങ്ങിയ വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷെ പിന്നീട് ഇതിനെപ്പറ്റി യാതൊരു വിവരവുമില്ല. പോലീസിന്റെ അന്വേഷണം വഴിമുട്ടുന്നു, മറ്റുള്ള ആളുകളിലേക്ക് എത്തുന്നില്ല. ഈ സാത്താൻ സേവ ഉണ്ടെങ്കിൽ അത്തരം ആരാണ് ഇതിന് പ്രേരിപ്പിക്കുന്നത്, അവരിലേക്കൊന്നും അന്വേഷണം എത്തുന്നില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കേരളത്തിലെ ക്രമസമാധാന രംഗം പരിപാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണോ? പാർത്ഥൻ, ഈ ഒരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ കേവലം ആഭ്യന്തര വകുപ്പിനെ മാത്രമല്ല കുറ്റം പറയേണ്ടത്. ആഭ്യന്തര വകുപ്പിന് നിശ്ചയമായിട്ടും അങ്ങ് പറഞ്ഞിരിക്കുന്ന പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രതിസ്ഥാനത്ത് നിർത്തേണ്ടതുണ്ട്. കാരണം ഇവിടെ PP ദിവ്യയെ പോലീസ് കാണുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ നടൻ സിദ്ദിഖിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ ഭാഗത്തു നിന്നൊരു ഉദാസീനതയുണ്ട് എന്ന രീതിയിലത്തേക്കുള്ള വലിയൊരു ആക്ഷേപം ആ സമയത്ത് ഉണ്ടായിരുന്നതാണ്. പിന്നെ ചില വിഷയങ്ങളിൽ തിടുക്കം കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്തിരുന്ന തവണ PC ജോർജിനെ അറസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് ഒക്കെ തന്നെ ഈ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിലോ ചില കൊലപാതക കേസുകളിലോ ഒക്കെ തന്നെ പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു ഉദാസീനത ഉണ്ട് എന്ന കാര്യം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഞാൻ പോലീസിനേക്കാൾ കൂടുതൽ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിനെയാണ്. കാരണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മയക്കുമരുന്ന്, ലഹരി വസ്തുക്കളുടെയൊക്കെ തന്നെ വ്യാപനം കുറയ്ക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കേണ്ടുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എക്സൈസ്. പക്ഷേ പലപ്പോഴും ഈ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഒക്കെ സംയോജിതമായിട്ടുള്ള പല പ്രവർത്തനങ്ങളും ഗവൺമെൻറ് സ്പോൺസർഷിപ്പിൽ നടത്തുന്നതെല്ലാം തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുറേയധികം ബോധവൽക്കരണ പരിപാടികൾ നടത്തുക, നമ്മുടെ നാട്ടിലുള്ള ചാനലുകൾ, മൊത്തത്തിലുള്ള മീഡിയ എല്ലാത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് കുറേയധികം ബോധവൽക്കരണ പരിപാടികൾ നടത്തുക എന്നതിനപ്പുറത്തേക്ക് ഇത് വളരുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. നമ്മളൊരു 20-25 വർഷം മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ ഈ രീതിയിലത്തേക്കുള്ള ഉദ്ബോധനവും അവബോധനവും ഒക്കെ തന്നെ മതിയാകുമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇതൊക്കെ തന്നെ ഒരുപക്ഷെ വ്യാപിക്കുന്ന ഒരു സമയമാണ്. കുറച്ചധികം ആൾക്കാരിലേക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കളൊക്കെ തന്നെ അന്ന് എത്തിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ബോധവൽക്കരണം എന്ന് പറയുന്നത് അന്ന് വലിയൊരു പങ്ക് ഇത്തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നിർവഹിച്ചിരുന്നതാണ്. പക്ഷേ ഇന്ന് കാലം മാറി. ഇന്ന് സ്മോക്ക് ചെയ്യുന്നതോ അതല്ല എങ്കിൽ ഇന്ന് മദ്യം ഉപയോഗിക്കുന്നതോ ഇനി കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്നതോ ഒന്നും തന്നെയല്ല ആൾക്കാർ ഇന്ന് ലഹരി എന്ന രീതിയിലത്തേക്ക് കാണുന്നത്. അതെല്ലാം തന്നെ ഒരു പരിധിവരെ നോർമലൈസ് ചെയ്യപ്പെട്ടു. എന്നിട്ട് ഇപ്പോൾ നമ്മൾ സിന്തറ്റിക് ഡ്രഗ്, MDMA തുടങ്ങിയ പല പുതിയ വസ്തുക്കളുടെ പേരിലാണ് ഇന്ന് ലഹരി എന്ന ഒരു ബ്രാക്കറ്റിൽ പോലും നമ്മൾ ഉൾപ്പെടുത്തുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള അവൈലബിലിറ്റി ഇതിൻ്റെ എല്ലാം ഉണ്ടായിട്ടുണ്ട്. ആൾക്കാരിലേക്കെല്ലാം തന്നെ ഇത് വളരെ വ്യാപകമായിട്ട് എത്തുന്നുണ്ട്. ഇതിനെ കർട്ടയിൽ ചെയ്യുന്നതിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംവിധാനമാണ് സർക്കാർ എന്നിരിക്കെ സർക്കാർ ഇപ്പോഴും ചെയ്യുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് ബോധവൽക്കരണ പരിപാടികളും പല ദിവസങ്ങളിലുമുള്ള ചില പ്രതിജ്ഞകളുമൊക്കെയാണ്. അതായത് ഞാൻ ലഹരി ഉപയോഗിക്കില്ല, ഞാൻ മറ്റൊരാളെ ലഹരി ഉപയോഗിക്കാനായിട്ട് പ്രേരിപ്പിക്കുകയില്ല, ഇതിൻ്റെ ഉപയോഗം എവിടെയെങ്കിലും നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു ഉത്തരവാദിത്തപ്പെട്ട പൗരൻ എന്ന രീതിയിലത്തേക്ക് അതിനെ ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടും റിപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കും എന്ന് പറഞ്ഞുള്ള ചില പ്രതിജ്ഞകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഇത് മതിയാകുമോ? പോരാ. ഇന്ന് പകരം ആക്ഷനാണ് ഉണ്ടാകേണ്ടത്. ആ ആക്ഷൻ ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഏറ്റവും താഴെ തട്ടിൽ വിപണനം നടത്തുന്ന ആൾക്കാരെ പിടിക്കുമ്പോൾ അവനിതാരാണ് കൊണ്ടുവന്ന് സപ്ലൈ ചെയ്യുന്നത് എന്തോ
അവനിലേക്ക് ഇതെങ്ങനെയാണ് എത്തുന്നത് തുടങ്ങി ഈ ചെയിൻ പൂർത്തീകരിക്കാനായിട്ട് ഇവരാരും തന്നെ മെനക്കെടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ പലപ്പോഴും സംവിധാനത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് യു പ്രതിഭ MLA മകനുമായി ബന്ധപ്പെട്ട് ഒരു കേസ് നമ്മൾ കണ്ടു. അപ്പോൾ ആ കേസിലൊക്കെ തന്നെ അതിൻ്റെ ചാർജ് ഷീറ്റ് എന്തായിരുന്നു, അല്ലെങ്കിൽ ആ FIR എങ്ങനെയായിരുന്നു തയ്യാറാക്കിയിരുന്നത്, അതിൽ പറഞ്ഞിരുന്ന കുറ്റകൃത്യങ്ങളും വകുപ്പുകളും എന്തൊക്കെയാണ്, ഇതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ പിന്നെ നമ്മൾ ആ ഉദ്യോഗസ്ഥനെ അവിടെ കണ്ടില്ല. ഉടൻ തന്നെ ആ ഉദ്യോഗസ്ഥന് മാറ്റമുണ്ടാകുന്നു. ആ മാറ്റം നേരത്തെ തന്നെ നിശ്ചയിക്കപ്പെട്ടതായിരുന്നു എന്ന രീതിയിലേക്കുള്ള വ്യാഖ്യാനം വരുന്നു. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ലീഗൽ മാക്സിം ഉണ്ട്. ഒരു നിയമം അല്ലെങ്കിൽ നീതി എന്ന് പറയുന്നത് നടപ്പാക്കിയാൽ പോരാ, മറിച്ച് അത് നടപ്പാക്കിയെന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുക കൂടി വേണമെന്ന്. പലപ്പോഴും ഇവിടുത്തെ പ്രശ്നം സമൂഹത്തിന് ഇത് ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സമൂഹത്തിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം കുറേയധികം പ്രശ്നങ്ങളിൽ ഗവൺമെൻറ് സക്രിയമായിട്ട് ഇടപെടുന്നില്ല എന്ന രീതിയിലത്തേക്കുള്ള കനത്ത ഒരു വിമർശനം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ വേണം ഇന്നും ബോധവൽക്കരണം മാത്രം മതിയോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെയൊക്കെ തന്നെ ഇല്ലാതെയാക്കാൻ എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പിന്നെ പല വിഷയങ്ങൾ, ഇപ്പോൾ ഈ അങ്ങ് തന്നെ ഇപ്പോൾ കേഡൽ ജിംസിൻ്റെ ഉൾപ്പെടെയുള്ള പല വിഷയങ്ങൾ പറഞ്ഞു. ഇപ്പോൾ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്ന വിഷയത്തിൽ അത് കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന വ്യക്തിയുടെ പ്രായം എന്താണ്? നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഒരു കുട്ടി എന്ന രീതിയിലത്തേക്കൊക്കെ തന്നെ പലരും പരിഗണിക്കുന്ന ഒരു ഏജാണ്. പക്ഷേ 18 വയസ്സിന് മുകളിലുള്ള ഒരാൾ അഡൽട്ടാണ്. അയാളുടെ ഉത്തരവാദിത്തങ്ങൾക്ക് പ്രവൃത്തികൾക്ക് എല്ലാം തന്നെ ഏത് മുതിർന്ന പ്രായത്തിലുള്ള ഒരാളിൻ്റെതിലും സമാനമായ രീതിയിലത്തേക്കുള്ള വെയിറ്റാണ് നമ്മുടെ നിയമ സംവിധാനം നൽകുന്നത്. എങ്കിൽ പോലും താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു വ്യക്തി ഇവിടെ കേവലം ലഹരി ഉപയോഗിക്കുക എന്നുള്ള രീതിയിലത്തേക്ക് മാത്രമല്ല, മറിച്ച് 1/2 ഡസനോളം ആൾക്കാരെ കൊന്നുവെന്ന് അയാൾ തന്നെ ക്ലെയിം ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാളത് ക്ലെയിം ചെയ്യുകയും മരണസംഖ്യ കൺഫേംഡ് ആയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ അയാൾ കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് അയാൾ പറയുകയും അതിൽ എന്തെങ്കിലും തരത്തിലേക്കുള്ള ഒരു പശ്ചാത്താപമോ റിമോഴ്സ് ഒന്നും ഇല്ലാതിരിക്കുകയും ഒരു കാരണവുമില്ലാതെ 10-13 വയസ്സുള്ള ഒരു കുട്ടിയെ കൊല്ലുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എന്താണ് കാരണമെന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ മോട്ടീവ്? ആ മോട്ടീവ് എന്ന് പറയുന്നത് ഇപ്പോൾ മാധ്യമങ്ങൾ വഴി വരുന്ന പല കാരണങ്ങളുണ്ട്. അതിലൊന്ന് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, 2 കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, 3 പ്രണയബന്ധത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ കുറേയധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്താണ് വീട്ടിലുള്ള ഒരു 12കാരനോട് അല്ലെങ്കിൽ 13കാരനോട് വിരോധം ഉണ്ടാകാനുള്ള എന്ത് മതിയായ കാരണമാണ് ഉണ്ടാവുക? അയാളെ ഇല്ലാതെയാക്കണം എന്ന രീതിയിലേക്ക് നിങ്ങൾ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഒരു അപകടകരമായിട്ടുള്ള ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ യുവാക്കൾ പോകുന്നുണ്ടോ? ആ രീതിയിലത്തേക്ക് ഇവരെ എല്ലാ ബോധവും നശിച്ച് കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രാധാന്യവും നൽകാത്ത രീതിയിലത്തേക്ക് പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ ഇവർക്ക് കിട്ടുന്നുണ്ടോ? എങ്കിലത് എവിടെ നിന്ന് വരുന്നുണ്ട് എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും ഞാൻ തന്നെ വ്യക്തിപരമായി ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയാനുള്ള ബോധവൽക്കരണ പരിപാടികളുടെ ഭാഗമായിട്ട് നിറയെ പങ്കെടുത്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തെല്ലാം തന്നെ നമ്മൾ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആൾക്കാരോട് വീടുകളിൽ ഉണ്ടാവുക, അതായത് അച്ഛന് അമ്മയ്ക്ക് ഒക്കെ മകനോട് മകളോട് ഒക്കെ തന്നെ വളരെ തുറന്ന് സംസാരിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള സാഹചര്യം ഉണ്ടാക്കുക. പുതുതായിട്ടുള്ള സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ ഒരല്പം സംശയത്തോടു കൂടി കാണുക, തുടക്കകാലത്തെങ്കിലും. ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ പറയാറുണ്ട്. കുട്ടികൾ അന്തർമുഖരായി പോകുന്നുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. പെട്ടെന്ന് കുട്ടിയുടെ സ്വഭാവത്തിൽ വ്യതിയാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം. കുട്ടി പെട്ടെന്ന് വീട്ടിലൊരു മുറിയിൽ അടച്ച് മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് ശ്രദ്ധിക്കണം. തുടങ്ങി നമ്മുടെ നാട്ടിൽ സൈക്കോളജിസ്റ്റുകൾ പറയുന്ന പല കാര്യങ്ങളും മാതാപിതാക്കളിലേക്ക്, കുട്ടികളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് നമ്മളെല്ലാവരും തന്നെ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അങ്ങനെയുള്ള ഒരു ബന്ധം എന്തും തുറന്നു പറയാൻ പറ്റുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നമുക്ക് കൂട്ടായിട്ട് കണ്ടെത്താം എന്ന രീതിയിലത്തേക്ക് ഒക്കെയുള്ള ഒരു ഫാമിലി സെറ്റപ്പ് ഒരുപക്ഷെ ഇന്നില്ലാതെയാകുന്നു എന്നതാണ് ഈ ഒരു സംഭവം മാത്രമല്ല മറ്റു പല സംഭവങ്ങൾ നമ്മളെ തെളിയിച്ച് കാണിക്കുന്നത്. ഇപ്പോൾ കേഡൽ ജിൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നെന്തോ പറഞ്ഞിട്ടുള്ള ഒരു മാർഗം അവലംബിച്ചിട്ട് അതിൻ്റെ പേരിൽ ആൾക്കാരെ ഉടലോടെ സ്വർഗത്തെത്തിക്കുന്ന എന്തോ പരിപാടി എന്തോ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ രീതിയിലത്തേക്ക് കുടുംബാംഗങ്ങളെ കൊല്ലാനായിട്ട് ഒരാൾ തയ്യാറാകുന്നു. ഇപ്പോൾ ഈ രീതിയിലത്തേക്ക് നമ്മൾ കണ്ടു, നരബലി നമ്മുടെ നാട്ടിൽ കണ്ടു. അപ്പോൾ ഇതെല്ലാം നമ്മൾ പറയുന്നത് എവിടെയാണ്? ഈ 100% സാക്ഷരതയുടെ പേരിൽ മേനി നടിക്കുന്ന നമ്പർ 1 കേരളത്തിലാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതൊക്കെ തടയുന്നതിന് വേണ്ടി കേവലം ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുക എന്നതിനും അപ്പുറത്തേക്ക് എന്താണ് ഇന്നത്തെ യുവതലമുറയുടെ പ്രശ്നം? എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിലത്തേക്ക് ചിന്തിക്കുന്നത്? നമ്മൾ കാണുമ്പോൾ ഇതിനെ ഒരു ഐസൊലേറ്റഡ് ഇൻസിഡൻ്റായിട്ട് കണ്ടാൽ ഇതിന് പരിഹാരം നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയില്ല. മറിച്ച് ഇത് ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു തലമുറയുടേതായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്ന നിലയ്ക്ക് നമ്മൾ ഇതിലൊരു സമീപനം കണ്ടെത്തേണ്ടത് ആവശ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ അടുത്തിടെ കണ്ടതല്ലേ, ഈ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊല്ലുന്നു, സ്വന്തം കുട്ടിയെ പാറക്കെട്ടിലേക്ക് എറിഞ്ഞു കൊല്ലുന്നു, സ്വന്തം കുട്ടിയെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുക. ഒരു പ്രണയബന്ധം വിവാഹത്തിലേക്ക് പോകുന്ന സമയത്ത് അത് ടോക്സിക് ആണെന്ന് തോന്നുകയാണെങ്കിൽ ഈ 2 ആൾക്കാർക്കും അതിൽ നിന്ന് സംസാരിച്ച് പിന്മാറാൻ പോലുമുള്ള സാഹചര്യം ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രതികാരത്തോടു കൂടി പെരുമാറുകയാണ്. പുരുഷൻ സ്ത്രീയുടെ മേൽ ആസിഡ് ഒഴിക്കാനായിട്ട് ശ്രമിക്കുന്നു, സ്ത്രീ പുരുഷന് കഷായത്തിൽ വിഷം കലക്കി കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു. ഈ രീതിയിലത്തേക്കൊക്കെ തന്നെ പോവുകയാണ്. ഒരു പക്ഷേ
പണ്ട് കാലത്ത് നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിലത്തേക്ക്, പണ്ട് കാലത്ത് നമ്മൾ സിനിമകളിൽ, ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പറയും, പുരുഷനായിട്ടുള്ള ഒരു നിരാശാ കാമുകനുണ്ടെങ്കിൽ അയാൾ വേണുനാഗവള്ളിയാണെന്ന് പറയും, സ്ത്രീയായിട്ടുള്ള ഒരു നിരാശാ കാമുകയുണ്ടെങ്കിൽ അത് ജലജയാണെന്ന് പറയും. അപ്പോൾ ഇവരുടെയൊക്കെ കഥാപാത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കുന്ന രീതിയിലത്തേക്ക് പറയുക എന്ന് പറയുന്നത് ഒരു ഹാംലെസ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഇന്ന് ഇതിനെ ഒന്നും തന്നെ ആൾക്കാർക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിയുന്നില്ല. മാനസികമായിട്ട് പിടിവിട്ട് പോയിരിക്കുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്ന് ഈ കുട്ടികൾക്ക് വേണ്ടുന്നത് എന്താണ്? കൗൺസിലിംഗ് ആണ്. അപ്പോൾ നമ്മുടെ പാഠ്യപദ്ധതിയുടെ കരിക്കുലത്തിന്റെ തീർച്ചയായിട്ടും അങ്ങ് ഈ കൗൺസിലിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കാര്യത്തിലും കൂടെ വരാമെന്ന് വിചാരിക്കുന്നത്. അതായത് നമ്മുടെ സ്കൂളുകളിൽ, നമ്മുടെ ഏറ്റവും ചെറിയ പ്രായം മുതൽ ഏറ്റവും ഒടുവിൽ നമ്മുടെ കോളേജ് ക്യാമ്പസുകളിൽ വരെ ഈ പറയുന്ന നമ്മുടെ മാനസികാരോഗ്യം, കുട്ടികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സമഗ്രമായ ഒരു പഠനാവിഷ്കാരം അല്ലെങ്കിൽ പാഠ്യപദ്ധതിയിലെ മാറ്റം അങ്ങ് പറഞ്ഞതുപോലെ കൊണ്ടുവരേണ്ടത് അനിവാര്യമല്ലേ? അതുപോലെ തന്നെ കുടുംബങ്ങളിലും ഇപ്പോൾ പല ആളുകൾക്കും ഒരു എന്തെങ്കിലും തരത്തിലുള്ള മാനസികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ അവർക്ക് വലിയ മടിയാണ്. കാരണം ഒരു സൈക്യാട്രി ഡോക്ടറെ കാണിച്ചാൽ, ഒരു സൈക്കോളജിസ്റ്റിനെ കാണിച്ചാൽ താൻ ഭ്രാന്തനാകുമോ എന്നൊക്കെയുള്ള ഭയമാണ്. പിന്നെ ഈ സമൂഹത്തിൽ മുദ്ര കുത്തപ്പെടുമോ എന്നൊക്കെയുള്ള ഭയം വല്ലാതെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ മാറേണ്ടതല്ലേ? ഇതിന് സമഗ്രമായ ഒരു പദ്ധതി സർക്കാർ കൊണ്ടുവരേണ്ടതല്ലേ? ഇത് നമുക്കിടെ സമയം അവസാനിക്കാറായി. കുറഞ്ഞ വാക്കുകൾ. ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒക്കെ കാണുക എന്ന് പറഞ്ഞാൽ അത് മാനസിക നില പ്രശ്നമുള്ള കുട്ടിയുടേതാണ് എന്ന രീതിയിലത്തേക്കുള്ള ഒരു ചിന്ത ഇന്നുമുള്ള ഒരു സമൂഹം തന്നെയാണ് നമ്മുടേത്. അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇത് അധ്യാപകരെ കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയമല്ല. ഇതിപ്പോൾ നമ്മൾ പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പോലും, കരിക്കുലത്തിൻ്റെ ഭാഗമാക്കിയാൽ പോലും, അതിന് പ്രോപ്പറായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ വളരെ കൃത്യമായിട്ട് സ്കൂളുകളിൽ വന്ന്, ഒരു ക്ലാസ്സിൽ 40 കുട്ടികളുണ്ടെങ്കിൽ 40 കുട്ടികളെയും ഒറ്റയ്ക്കൊറ്റയ്ക്ക് കാണുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. അപ്പോൾ എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ആ പ്രശ്നം അവിടെ ലഘൂകരിക്കപ്പെടുന്നത് എന്ന് വെച്ചാൽ, ഈ 40 കുട്ടികൾക്ക് മാനസിക പ്രശ്നം ഉണ്ടാകണമെന്നോ, അവർക്ക് ഈ 40 കുട്ടികളുടെയും കുടുംബത്തിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള പ്രശ്നം ഉണ്ടാകണമെന്നോ, ഈ 40 കുട്ടികളും കടുത്ത മാനസിക സംഘർഷത്തിലാണ് എന്നോ അർത്ഥമില്ല. പക്ഷേ ഇതിൽ ചിലപ്പോൾ 1-2 കുട്ടികൾ അങ്ങനെ കടുത്ത മാനസിക സംഘർഷത്തിൽ ഉണ്ടാകും. അതൊരു പക്ഷേ അവർക്ക് വീടുകളിൽ നിന്നുണ്ടാകുന്ന ശാരീരിക പീഡനമാകാം, മറ്റേതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആരെങ്കിലും അവരോടൊരു ബാഡ് ടച്ച് നടത്തിയിട്ടുള്ളതാകാം, അവരെ ഏതെങ്കിലും രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെട്ടിരിക്കുന്നതാകാം, സ്കൂളുകളിൽ തന്നെ പരിഹാസപാത്രമായിരിക്കുന്നതാകാം, ഒരുപക്ഷെ ശാരീരികമായിട്ട് ഏതെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ബോഡി ഷേമിങ്ങിന് വിധേയമായിട്ടുള്ളതാകാം. ഇനി ഇതൊന്നുമല്ല എങ്കിൽ നമ്മൾ ഈ പറയുന്നത് പോലെ കടുത്ത മാനസിക പ്രശ്നങ്ങളുള്ള ആൾക്കാരോ കുടുംബത്തിലെ പ്രശ്നങ്ങളുള്ള ആൾക്കാരോ ഒക്കെ ആയിരിക്കാം. ഞാൻ പറഞ്ഞ ഒരു 40 പേരുള്ള ഒരു ക്ലാസ്സിൽ 1-2 കുട്ടിക്ക് സ്വന്തമായിട്ട് വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞ ഒരാളിനെ കാണുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഷെയിം ചെയ്യും. അതിന് പകരം പ്രശ്നമുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ 40 കുട്ടികളെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് കാണുകയും അവരുമായി 5-10 മിനിറ്റ് സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് കാര്യം പിടികിട്ടും. ഏത് കുട്ടിക്കാണ് സഹായം ആവശ്യമുള്ളത് എന്നതുമായി ബന്ധപ്പെട്ട് അവർക്കത് കിട്ടും. അത് കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ ഡിസ്ക്രീറ്റ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം നമുക്കിവിടെ ഉണ്ടാവുക എന്നുള്ളത് പ്രധാനമാണ്. ഇത് ഒരു ഘട്ടം മാത്രമേ ആകുന്നുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോള് നിർവഹിക്കേണ്ടത് അപ്പോഴും കുടുംബങ്ങളിൽ തന്നെയാണ്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ മാതാപിതാക്കൾ വളരെ തുറന്ന രീതിയിലത്തേക്കുള്ള ഒരു റിലേഷൻഷിപ്പ്, എന്തും സംസാരിക്കാൻ കഴിയുന്ന, ഭയം ഇല്ലാതെ സംസാരിക്കാൻ കഴിയുന്ന രീതിയിലത്തേക്കുള്ള ഒരു സംവിധാനം, ആ രീതിയിലത്തേക്കുള്ള ഒരു ബന്ധം കുട്ടികളുമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനം. അതല്ലാതെ ഞങ്ങൾ വളരെ ലിമിറ്റഡായിട്ട് മാത്രം സംസാരിക്കുകയാണ്, അവൾ എല്ലാ സമയവും അല്ലെങ്കിൽ അവൻ എല്ലാ സമയവും പഠിത്തമാണ്, മറ്റു കാര്യങ്ങൾ പഠിത്തമല്ലാതെ മറ്റൊന്നും ഞങ്ങൾ സംസാരിക്കില്ല എന്നൊന്നും പറയുന്നതല്ല നല്ല പേരൻറ്റിങ്. നിങ്ങളുടെ കുട്ടി നിങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം തന്നെ സാധിച്ചു കൊടുക്കുക എന്നുള്ളതല്ല നല്ല പേരൻറ്റിങ്. മറിച്ച് വളരെ ഓപ്പണായിട്ട് ആ കുട്ടിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ കഴിയുന്നുണ്ടോ? ഒരു ദിവസം സ്കൂളിൽ സംഭവിച്ചിരിക്കുന്ന കാര്യം എന്തൊക്കെയാണ് എന്ന് ചോദിക്കാൻ ഓരോ ദിവസവും സമയം കണ്ടെത്തുന്നുണ്ടോ? ഇതാണ് പ്രധാനം. അപ്പോൾ മാനസികമായിട്ട് എൻ്റെ പേരൻറ്റ്, എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ സുഹൃത്തുക്കൾ, ഈ ആൾക്കാരെല്ലാവരും തന്നെ എന്നോടൊപ്പം ഉണ്ട് എന്നൊരു കുട്ടിക്ക് തോന്നിക്കഴിഞ്ഞാൽ മാനസിക നില പരുവപ്പെട്ടു വരുന്ന പരുവത്തിൽ വളരെ നല്ല രീതിയിലത്തേക്കുള്ള ഒരു മാനസിക നില മാത്രമേ ആ കുട്ടിക്ക് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു തോന്നലുണ്ടാകുമ്പോൾ ആ അരക്ഷിതാവസ്ഥയിൽ നിന്നാണ് ഒരുപക്ഷെ കുട്ടികൾ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് യൂസിലേക്ക് പോകുന്നത്. അത് പിന്നീട് ഡ്രഗ് അബ്യൂസായി മാറുന്നത്. ഒരുപക്ഷെ ഈ രീതിയിലത്തേക്കുള്ള മനോവൈകൃതങ്ങളൊക്കെ ഉണ്ടാവുകയും കുടുംബത്തിനെ തന്നെ ഇല്ലാതെയാക്കുകയും ഒക്കെ ചെയ്യുന്ന രീതിയിലത്തേക്ക് പോകുന്നത്. അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ ഇന്ന് പറയുന്ന ബോധവൽക്കരണം എന്ന് പറയുന്ന ഒരു കേവലമായിട്ടുള്ള മാർഗത്തിനെ മാത്രം ആശ്രയിക്കാതെ ഈ രീതിയിലത്തേക്കുള്ള കുറേയധികം കാര്യങ്ങൾ കൂടി ചെയ്താൽ പിന്നെ ഗ്രൗണ്ടിൽ അതിശക്തമായിട്ടുള്ള ലഹരി വേട്ട അത് നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ കാര്യത്തിലൊക്കെ കുറേ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്.
തീർച്ചയായിട്ടും എന്തായാലും ഏറ്റവും ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അങ്ങ് ഇവിടെ പറഞ്ഞത്. പ്രധാനമായിട്ടും സർക്കാരും രക്ഷിതാക്കളും സമൂഹവും ഒന്നടങ്കം കൂട്ടുചേർന്നുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരവസ്ഥകൾക്കെതിരായിക്കൊണ്ട് ആളുകളുടെ മാനസികാവസ്ഥയിലുള്ള പ്രയാസങ്ങൾക്കെതിരായിക്കൊണ്ട് ഈ ഡ്രഗിനെതിരായിക്കൊണ്ട് അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾക്കെതിരായിക്കൊണ്ട് ഇപ്പം മദ്യത്തിനെതിരായിക്കൊണ്ട് പോലും മദ്യപാനം പോലും ഒരുപാട് ആളുകളെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഒരു കൂട്ടായ പരിശ്രമം തന്നെ ആവശ്യമുണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് അങ്ങേക്ക് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.